Sleep, my darling, close your eyes. I'll hold you till the morning comes. Leave your worries in my hands. Tonight I'll carry everyone. I'll be your hideaway, somewhere you can't escape, a shelter where you'll be safe. Just slow down, catch your breath, come on and lay your head down next to mine. Build a world inside these walls where it's only you and I. I'll be your hideaway, somewhere you can't escape, a shelter where you'll be safe to breathe out. Sleep, my darling, close your eyes. I'll hold you till the morning comes. Leave your worries in my hands. Tonight I'll carry everyone. I'll be your hideaway, your hideaway. If I lay here, if I just lay here, would you lie with me and just forget the world? I don't quite know how to say how I feel. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെപ്പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്ന് അരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ എയ്ബലിനെയും ശീതളിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാർ യോസേപ്പേ, ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയമ്മേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എയ്ബലിനെ സദയം അനുഗ്രഹിക്കണമേ. എയ്ബൽ അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.
ചെക്കന് മധുരം കൊടുക്കട്ടെ, ചെക്കന് മധുരം കൊടുക്കട്ടെ, ചെക്കന് മധുരം കൊടുക്കട്ടെ. I pray to cherish and serve her, and will bring you glory today. I pray. Father, I said till death do us part. I want to mean it with all of my heart. Help me to love you more than I love him. Then I know I can love him more than anyone else. And bring him in your presence today. Make him what you want him to be. I pray to hear his heart. I pray he'll love me more. I pray to strengthen and serve him. Will bring you glory today. I pray. Lord, help me love her as you love the church, your bride. Help me submit to him as I submit to you. മാതാപിതാക്കളും സഹോദരങ്ങളുമൊക്കെയും അതുപോലെ തന്നെ മറ്റ് ഏതാനും ബന്ധുക്കളൊക്കെയും ഇന്ന് ഇവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഈ പ്രധാനപ്പെട്ട ദിവസത്തിന് സാക്ഷികളാകുവാനായിട്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ട്. കോവിഡിൻ്റേതായ പശ്ചാത്തലത്തിലാണ് നമ്മളായിരിക്കുന്നത് എന്നുള്ളതൊക്കെ അറിയാം. കോവിഡിൻ്റേതായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണ്ടതുപോലെ ഇവരും സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. കുർബാന മധ്യയാണ് വിവാഹമെന്ന കുദാശയുടെ തിരുക്കർമ്മം നടക്കുന്നത്. നമുക്ക് പൊതു അറിവിനായിട്ട് പറയുകയാണ്, ഏകദേശം 1 മണിക്കൂർ സമയ ദൈർഘ്യമാണ് നമുക്കുണ്ടായിരിക്കുക. ഫോട്ടോഗ്രാഫേഴ്സിനോട് ഞാൻ പറഞ്ഞിരുന്നു അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കണമെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള എല്ലാ നിയോഗങ്ങളെ പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഇവരെ സമർപ്പിച്ച് എല്ലാ അനുഗ്രഹങ്ങളും നല്ല ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർഗ്ഗ
സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിലെയും നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി അനൈക്യം. എന്റെ പുത്രയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു. അവരുടെ വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കനികമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കണമെന്ന് തിരുവള്ളിയാകും. നിന്റെ മക്കളുടെ മേശയ്ക്ക് ചുറ്റും സൈത്തമുലകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് ശരിയാനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. സുതരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിരകനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി അനൈക്യം. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവേൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല നല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരവുപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നെയുമുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുസര രക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ.
നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവിതായ്മയ്ക്കപ്പയ്ക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോടുകൂടി. ആത്മാവോടുകൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2:1 മുതലുള്ള തിരുവചനങ്ങൾ. കാനായിലെ വിവാഹ വിരുന്നിനെ പറ്റിയാണ് നമ്മളിന്ന് ശ്രവിക്കുന്നത്. വിവാഹ വിരുന്നിന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും ആ വിരുന്നിനായി പ്രത്യേകം ക്ഷണിക്കപ്പെട്ടിരുന്നു. ആ വിവാഹ വിരുന്നിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ഒരു കുറവുണ്ടാവുകയാണ്. ആ കുറവ് മനസ്സിലാകുന്ന പരിശുദ്ധ അമ്മ വേണ്ടതുപോലെ ഇടപെടുന്നു. അവർക്ക് നിറവിൻ്റെ അനുഭവം അത് മാറ്റിക്കൊടുക്കുകയാണ്. കുറവ് മാറി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോയുടെ ഇടപെടൽ വഴിയായി അത് നിറവിൻ്റെ അനുഭവമായി മാറുന്നു. ഈ ഒരു വിവാഹ ജീവിതം തീർച്ചയായും ഒത്തിരിയേറെ ആലോചനകൾക്ക് ശേഷമുള്ള ഒരു വിവാഹ ബന്ധമാണ്. പരിശുദ്ധ അമ്മ ആ ഒരു വിവാഹ വിരുന്നിൽ, അല്ലെങ്കിൽ കാനായിലെ വിവാഹ വിരുന്നിൽ തൻ്റെ സാന്നിധ്യം അവർ ആവശ്യപ്പെടാതെ തന്നെ വേണ്ടതുപോലെ തന്നെ ഇടപെടുവാൻ ഉപയുക്തമാക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഓരോ വിവാഹവും ഒത്തിരിയേറെ കണക്കുകൂട്ടലുകളുടേതായ ഒന്നാണ്. വിവാഹ ആഘോഷങ്ങളെപ്പറ്റി പലവിധത്തിലുള്ള കണക്കുകൂട്ടലുകളുണ്ട്. ആരെയൊക്കെ ക്ഷണിക്കണം, കോവിഡിൻ്റേതായ ഒരു സാഹചര്യമായതുകൊണ്ട് അതിന് കുറേ ഒഴിവ് കഴിവുണ്ട്. എന്നിരുന്നാൽ തന്നെയും വേണ്ടതുപോലെ അറിയിച്ചില്ല എന്നുള്ളതിൻ്റെ പരിഭവമായിട്ട് പലരും വരുമായിരിക്കാം. അതുപോലെ തന്നെ രണ്ട് കൂട്ടരെയും കുറിച്ച്, ഏബലിനെ കുറിച്ചും ശീതലിനെ കുറിച്ചും ഒക്കെ എനിക്ക് തോന്നുക രണ്ട് കൂട്ടരുടെയും വീട്ടുകാർ പരസ്പരം ആലോചിച്ച് അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ടായിരിക്കാം. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇനി ഈ അടുത്ത നാളുകളിലൊക്കെ ആയിട്ട് ഇവരിരുവരും നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവും അല്ലേ? ഫോൺ വഴി സംസാരങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പരസ്പരം കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഈ അറിവ് തീർച്ചയായും കുറച്ചൊക്കെ ഇനി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ കൂടുതലായിട്ട് ഇരുവരും അറിയുന്നു. രണ്ട് കുടുംബങ്ങളും ഇവർ വഴിയായിട്ട് രണ്ട് സമൂഹങ്ങൾ ബന്ധിതമാവുകയാണ്. കൂടുതൽ ആഴമേറിയ അനുഭവത്തിലേക്ക്, ബന്ധങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടവരികയാണ്. ഈ ഒരു ബന്ധങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, അതുപോലെ തന്നെ ഈശോ ഇടപെടുന്ന അനുഭവം ഇവരുടെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. തീർച്ചയായും പരിശുദ്ധ അമ്മയും ഈശോയും ഒക്കെ കുടുംബജീവിതത്തിൽ അവർക്ക് വേണ്ടതുപോലെ അവർക്ക് സാന്നിധ്യം കൊടുക്കുവാനായിട്ട് ഏബലും ശീതലും ശ്രമിക്കുമ്പോൾ ഇവരുടെ ജീവിതം നിറവിൻ്റെ അനുഭവമാകുന്നു. ഇവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി തീരുന്നു. വിവാഹത്തിന് ഒരുക്കമായിട്ടുള്ള ക്ലാസ് ശീതൽ കൂടിയിട്ടുണ്ട് ഇല്ലേ? നമസ്കാരം ചൊല്ലി കളിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ്റെ അടുക്കൽ, ജിഫി അച്ഛൻ്റെ അടുക്കൽ. നിങ്ങളോട് ചോദിക്കുമായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് തോന്നുക വിവാഹമെന്ന കൂടാശ എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ലേബലിൻ്റെ അടുത്ത്. പുരുഷനും സ്ത്രീയും തമ്മിൽ മരണം വരെ വേർപിരിയാൻ പാടില്ലാത്തതും വിശുദ്ധമായ ഐക്യമുളവാക്കുന്നതും മക്കളെ പുണ്യത്തിൽ വളർത്തുന്നതും വിവാഹത്തിൻ്റെ മറ്റു കടമകൾ നിർവഹിക്കുന്നതിനും ആവശ്യമായിരിക്കുന്ന വരപ്രസാദം നൽകുന്ന കൂടാശയാണ്. ഇതൊരു കൂടാശയാണ്. ഈ ഒരു കൂടാശയിൽ തീർച്ചയായും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം വേണ്ടതുപോലെ തന്നെ നാം പ്രത്യേകം അനുഭവിക്കുവാനായിട്ട് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ അതിനായിട്ട് പ്രാർത്ഥിക്കുക ആവശ്യമാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ ആ കുടുംബത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയായിരുന്നു ഈശോയുടെ സാന്നിധ്യത്തിന് വേണ്ടി അപേക്ഷിച്ചിരുന്നത്, ഈശോയുടെ ഇടപെടലിന് വേണ്ടിയിട്ട്. നിങ്ങൾ ഈ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ ദിവസവും പ്രതീക്ഷകളുടെ ഒരു ദിവസമാകട്ടെ, ഓരോ ദിവസവും സമാപിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പ് ദൈവത്തിനു മുമ്പിൽ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമേ തന്ന ഈ ഒരു ദിവസത്തിനെ ഓർത്ത്, അനുഗ്രഹിക്കപ്പെട്ട നിങ്ങളുടെ വിവാഹ ജീവിതത്തെ ഓർത്ത് നിങ്ങൾക്ക് നന്ദി പറയാൻ സാധിക്കണം എന്നുള്ളതാണ് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നത്. കുറവുകളുണ്ടാകാം, പരസ്പര പൂരകങ്ങൾ എന്ന രീതിയിൽ ഏബലിൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾക്ക് വേണ്ടതുപോലെ തന്നെ പരിഹാരമാകുവാനും അല്ലെങ്കിൽ വേണ്ടതുപോലെ തന്നെ കുറവുകളിൽ താങ്ങായി തണലായി നിൽക്കുവാനും വിളിക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ വിളിക്കപ്പെട്ട വ്യക്തിയാണ് ശീതൽ. അതുപോലെ തന്നെ ശീതലിൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളിൽ വേണ്ടതുപോലെ തന്നെ ആശ്വാസമായി, സ്നേഹമായി, അതുപോലെ തന്നെ വലിയ കരുത്തായി മാറേണ്ടത് ഏബലാണ്. പരസ്പരം പങ്കുവയ്ക്കുന്ന,
പരസ്പരം ദൈവ സാന്നിധ്യത്തിന് ഇടം നൽകുന്ന ഒരു കുടുംബജീവിതമായി ഇവരുടേത് മാറട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം ദാനമായി തരുന്ന മക്കളെ പുണ്യത്തിൽ വളർത്തുക എന്നുള്ള വിവാഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. മക്കൾക്ക് ജന്മം കൊടുക്കുവാനായിട്ട് ദൈവം തരുവാൻ ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ വേണ്ടതുപോലെ സ്വീകരിക്കുവാനായിട്ട് മക്കൾ ദൈവദാനമാണ് എന്നുള്ള ബോധ്യത്തിൽ മക്കളെ കരുതുവാനും അവരെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ ഒരു വിവാഹ ബന്ധത്തിലൂടെ 2 കുടുംബങ്ങൾ ബന്ധിതമാവുകയാണ്. ഏബിലിൻ്റെ മാതാപിതാക്കൾക്ക് പുതിയൊരു മകളെ കിട്ടുന്നു, ശീതലിൻ്റെ മാതാപിതാക്കൾക്ക് പുതിയൊരു മകനെ കിട്ടുന്നു. ഇതുപോലെ തന്നെ സഹോദരങ്ങൾക്കും അപ്രകാരം തന്നെ സഹോദരനെയോ സഹോദരിയെയോ കിട്ടുന്നു. ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അൽത്താരയുടെ മുൻപിലുള്ള മറ്റൊരു ബലിസമർപ്പണമാണ് നിങ്ങളുടേത്. പങ്കുവെക്കലിൻ്റെ ബലിസമർപ്പണം, കരുതലിൻ്റേതായ വലിയ ബലിസമർപ്പണം, ഏറ്റവും വിലപ്പെട്ടത് കൊടുക്കുന്നതിൻ്റേതായ ബലിസമർപ്പണം. നിങ്ങളുടെ ഈ സമർപ്പണം നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇവർക്കായിട്ട് തുടർന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. 3-ാം ദിവസം ഗലീലയിലെ കാനായിലൊരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കുമെന്ത്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ ക്രമത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് പറഞ്ഞു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെലവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരമീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധുവരന്മാർ സന്തോഷതരം പ്രതീക്ഷയോടുകൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം സ്വന്തമാക്കുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ അനേക്യം. പ്രിയ സഹോദരേ, ഈ വധുവരന്മാർ വിവാഹന കുദാശയിൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതർ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടുകൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവലം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് സാക്ഷികൾ. ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയുക. ഏബൽ മിശിഹായുടെ നിയമവും തിരുസഭയുടെയും നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി ശീതലിനെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? ശീതൽ മിശിഹായുടെ നിയമവും തിരുസഭയുടെയും നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഏബലിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകരം ചേർത്ത് പിടിക്കുക. അച്ഛൻ പ്രാർത്ഥന ചൊല്ലി അന്നാമലം തെളിക്കും. അതുവരെ നിങ്ങൾ കൈ അപ്രകാരം തന്നെ പിടിക്കുക. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ
സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധനായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെ വിശ്വസ്തയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കൃപാവരത്തിൻ്റെ അനുസൃവസ്വത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന ദൈവമേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. യോസേപിതാവും കന്യാംബികയും കോമൽ സുതനാം ഈശോയും കുടുംബമാം യാഗവേദിയിൽ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. തന്റെ സൗഭാഗ്യമേക രണ്ടുപേരും ഏറ്റുചൊല്ലുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. We don't know what tomorrow holds, but we know who holds tomorrow. Knowing this, we'll live above the world and all its sorrows. I have prayed for all my life that we would be together. Serving Him together seems so right. Yes, it's true. He has chosen me for you. Take my hand and we'll agree. Remember those walls I built? Well, baby, they're tumbling down, and they didn't even put up a fight. They didn't even make a sound. I found a way to let you in, but I never really had a doubt. Standing in the light of your halo, I got my angel now. It's like I've been awakened. Every rule I had you breaking, it's the risk that I'm taking. I ain't never gonna shut you out. Everywhere I'm looking now, I'm surrounded by your embrace. Baby, I can see your halo. You know you're my saving grace. You're everything I need and more. It's written all over your face. Baby, I can feel your halo.
Let me go passing by. Let me go, come back in time. Let me be who I am. All through this time. Let me go passing by. Let me go, come back in time. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെയും അങ്ങ് രാജാവായി വാഴുന്നു. നിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങയെ വേദനിപ്പിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗത്തെ അങ്ങയെ കണ്ടാനുഭവിക്കാൻ ഞങ്ങൾക്കെല്ലാവരും അനുഗ്രഹം നൽകണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും മഹത്വമേറിയ മാറിയവും ഞങ്ങളുടെ പ്രതീക്ഷയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ നിന്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭാഗ്യപ്പെട്ട മാർഗ്ഗരേത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉന്നതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Thinking of the days gone by, wishing that you're still here with me, baby. I was wrong, and now you're gone. Please hear this heart of mine, hear me calling. Whenever you're around me, I feel different in your arms. With the way you touch me, I feel the love that lasts a lifetime. Your love so true, and I never knew that it's you I need all this time. You can kill the lights, you can draw the blinds, fill my scattered heart, fix me, I said. We could lay here underneath the river. If you say we could go home, we could go home, down below. Thank you so much for being a part of this beautiful occasion. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെ രണ്ട് കുടുംബാംഗങ്ങളുടെ, രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ എന്നേക്കുമായുള്ള ഒത്തുചേരലിന് ഈ വേദിയിൽ വെച്ച് അവർക്ക് അനുഗ്രഹങ്ങൾ നൽകാൻ, അവർക്ക് വേണ്ടിയുള്ള ആശംസകൾ രേഖപ്പെടുത്താനായി എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ്. Ladies and gentlemen, please put your hands together for the real stars of tonight, the one and only Abel Joseph Alur and Sheetal Raphael.
for me. Darling, just dive right in. Said you looked a mess. I whispered underneath my breath, but you heard. Congratulations to the newlyweds. I hope your life together will be filled with joy, happiness and lots of love. അപ്പോൾ രണ്ടുപേർക്കും ഞങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേരാണ്. കൺഗ്രാജുലേഷൻസ്. ദൈവത്തിൻ്റെ കണ്ടെത്തൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് രണ്ട് വ്യക്തികൾ, അവരുടെ അഭിരുചികൾ എപ്പോഴും വ്യത്യസ്തമായിരിക്കും അല്ലേ? ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ ഡിഫറെൻ്റ് ആണ്. പക്ഷെ അത് മനസ്സിലാക്കി അത് പരസ്പരം ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാനെടുത്ത നിങ്ങളുടെ തീരുമാനത്തിന് ഇന്ന് മുതൽ നിങ്ങളുടെ യാത്രയ്ക്ക് ദൈവത്തിൻ്റെ കൂടി ഒരു ദീപം ഉണ്ടാകും. അപ്പോൾ ആ ഒരു മാർഗ്ഗദീപത്തിൽ മുന്നോട്ട് ഇങ്ങനെ പോവാം. വളരെ വളരെ ഭംഗിയായിട്ടുള്ളൊരു ലൈഫ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആശംസിക്കുകയാണ്. നമുക്ക് ഇവർ രണ്ടുപേരെയും ഒന്ന് പരിചയപ്പെടണം. കൂടുതൽ കുടുംബാംഗങ്ങളെ നമ്മളൊന്ന് പരിചയപ്പെടുത്തണം. അങ്ങനെയുള്ള കാഴ്ചകളിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ എപ്പോഴും ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ പറയുക. അപ്പോൾ ഞാൻ ആദ്യം ഇന്നത്തെ മണവാട്ടിയിൽ നിന്ന് തന്നെ ആരംഭിക്കാമെന്ന് കരുതാണ്. And looking so gorgeous and beautiful smile you have. And speaking of the young ambitious girl, the one and only Sheetal Raphael, and senior financial analyst ആയിട്ട് ഗോൾഡ്മാൻ സാക്സ് ബാംഗ്ലൂരിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്. ലൈഫിൽ വളരെ ബ്രില്യൻ്റായി വളരെ കൃത്യതയോടുകൂടി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരാൾ. രണ്ടുപേർക്കും അതിൻ്റേതായിട്ടുള്ളൊരു പക്വതയുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം അവരുടെ കണ്ണുകളിലൂടെ നമ്മുടെ മനസ്സുകളിലൂടെ കാണാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് കണ്ണുകളിലൂടെയുള്ള എക്സ്പ്രഷൻസ് ആണല്ലോ അല്ലേ? കൂടുതൽ നമ്മൾ മാസ്ക് ഉള്ളൊരു ജീവിതത്തിലാണ് പോകുന്നത്. അപ്പം അങ്ങനെ ദൈവം ഒരു നല്ല കമ്പാനിയനെ, ഒരു നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്തി നൽകിയിരിക്കുകയാണ്. വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകട്ടെ. ഇനി നമുക്ക് മണവാളൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഒരുപാട് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു കാത്തിരിപ്പായിരുന്നു ഇങ്ങനെ ഒരു ദിവസം. എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും, ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ആ ആൾ ആരായിരിക്കും എന്നുള്ളതൊക്കെ. ഓരോ മാതാപിതാക്കളും വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും, ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും, ഇതുപോലുള്ളൊരു നിമിഷത്തെക്കുറിച്ച് മനസ്സിൽ അവർക്ക് പല പ്ലാനിങ്ങുകളും ഉണ്ടാവും, പല പ്രാർത്ഥനകളും ഉണ്ടാവും. അതിൽ മികവിൽ മികച്ചത് ഇവരെ തേടിയെത്തി, ഇവരുടെ ജീവിതത്തെ തേടിയെത്തി എന്നുള്ളത് നമുക്കൊക്കെ സന്തോഷിക്കാവുന്ന കാര്യം തന്നെയാണ്. ഇനി നമ്മുടെ മണവാളനെക്കുറിച്ച് the one and only Abel Joseph Alur, അദ്ദേഹം ബാങ്ക് മാനേജറാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് കൈനൂർ ബ്രാഞ്ചിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ലോകത്ത് എവിടെ നിന്നാലും എവിടെയുള്ള മലയാളികളാണെങ്കിലും അല്ലെങ്കിൽ ആ ബാങ്കിൻ്റെ സർവീസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നെക്സ്റ്റ് ജനറേഷൻ ബാങ്കിങ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എത്രയോ ദൂരം മുന്നോട്ട് കണ്ടിട്ടുള്ളൊരു ബാങ്കിങ് സെക്ടറാണ്. അപ്പോൾ വളരെ ഭംഗിയായി പ്രൊഫഷണൽ ലൈഫും കുടുംബജീവിതവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നമുക്കിനി ഫാമിലി മെമ്പേഴ്സിനെ കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇന്നത്തെ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കാനുള്ളത് ഏബലിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെയാണ്. നല്ലൊരു കയ്യടികളോടുകൂടി ഒരുപാട് സ്നേഹത്തോടെ ഞാൻ ഈ വീട്ടിലെ പപ്പയും മമ്മിയുമാണ് ആദ്യമായിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. Ladies and gentlemen, please put your hands together for Mr. Joseph A.C. and Mrs. Lina Joseph ദമ്പതികൾക്ക് നിറഞ്ഞ കയ്യടികളുമായി ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ് ഈ ഒരു വേദിയിലേക്ക്. അദ്ദേഹം റിട്ടയർ ചെയ്തു, എയർഫോഴ്സിലായിരുന്നു. അമ്മ ആക്ച്വലി നല്ലൊരു അധ്യാപികയായിരുന്നു, റിട്ടയർ ചെയ്തു, ഹൈസ്കൂൾ മാത്സ് ടീച്ചറായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ശിഷ്യസമ്പത്തുള്ളൊരു നല്ല ടീച്ചറാണ്. തീർച്ചയായിട്ടും മക്കൾക്ക് അതിൻ്റെ കൂടി ഒരു ക്വാളിറ്റി ഉണ്ടാവും, അതിൻ്റെ എല്ലാ ഗുണഗണങ്ങളും ഉണ്ടാവും. നിറഞ്ഞ കയ്യടികളുമായി ഞാൻ പപ്പയും അമ്മയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഇനി എപ്പോഴും അങ്ങനെ ചേർന്ന് നിൽക്കേണ്ടതാണല്ലോ. ഒരു മകളെ അവിടുത്തെ അമ്മ ഈ അമ്മയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നതിൻ്റെ വിശ്വാസം നമുക്ക് വാക്കുകളിലൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ഇനിയുള്ള ഒരു ജന്മം മുഴുവനും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ അമ്മയുടെ സ്നേഹം അനുഭവിച്ച് ഈ കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകണം. നമുക്കിനി ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനെ ഒക്കെ വേദിയിലേക്ക് ക്ഷണിക്കാം. അവരെയൊക്കെ സ്വാഗതം ചെയ്യാനുള്ള സമയം കൂടിയാണ്. So let's welcome the one and only Joel Joseph and also invite Nimisha Joel, Eva Ashley. അപ്പോൾ അവർ 3 പേരാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ജുവൽ ആക്ച്വലി IT സിസ്റ്റം എഞ്ചിനീയേഴ്സ് ആയിട്ട് ഡേവ്സ് ഓബ്സ് UAയിലാണ്. ആൻഡ് ആക്ച്വലി നമുക്ക് നിമിഷ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. പിന്നെ ഒരു കുഞ്ഞു മാവ് കൂടിയുണ്ട് ഈ വീട്ടിലെ, ലിറ്റിൽ ഏഞ്ചൽ. അവരാണ് ഈ വേദിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. So ladies and gentlemen, let me invite the one and only Jovis Joseph. നല്ലൊരു കയ്യടികളോട് കൂടി തന്നെ ഞാൻ ഈ വേദിയിലേക്ക് ജോസിനെ കൂടി ഇൻവൈറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് ഇന്നത്തെ ചടങ്ങിലേക്കായിട്ട് ശീതലിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാം.
അവരെ കൂടുതലൊന്ന് അടുത്തറിയാം, പരിചയപ്പെടാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള നിമിഷത്തിലേക്ക് നീങ്ങുകയാണ്. വളരെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ ഈ ചടങ്ങിലേക്ക് പപ്പയും കുടുംബാംഗങ്ങളെയും ഒക്കെ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ് മീ ഇൻവൈറ്റ് മിസ്റ്റർ റാഫേൽ പാലിക്കാരൻ ആൻഡ് മിസ്സസ് ടിസി റാഫേൽ ദമ്പതികൾക്ക് നിറഞ്ഞ കയ്യടികളുമായി സാദരം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. എല്ലാവരും ചേർന്ന് നമ്മുടെ വീട്ടിലേക്ക് പുതിയ അതിഥികൾ, നമ്മുടെ കുടുംബത്തിലെ പുതിയ അംഗങ്ങൾ മകളെ കൃത്യമായ കരങ്ങളിൽ ഏൽപ്പിച്ച വിശ്വാസത്തിൽ അഭിമാനത്തോടു കൂടി തന്നെ ആ മാതാപിതാക്കളെ നമ്മൾ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഹലോ, വരൂ. ഹായ്, വരൂ. പപ്പയും മമ്മിയും അങ്ങനെ ഈ വേദിയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ റിട്ടയർ ചെയ്തു. ഇൻ ഓട്ടോമൊബൈലും ആയുർവേദിക് വെൽനസ് ബിസിനസ്സൊക്കെ ആയിട്ട് ബാംഗ്ലൂരിലായിരുന്നു ഒരുപാട് വർഷക്കാലം. അപ്പം നേരെ നിൽക്കുന്ന ഒരാളുടെ ആരോഗ്യ കാര്യങ്ങളിലും അവരുടെ വെൽനസിൻ്റെ കാര്യത്തിലൊക്കെ വളരെ കൃത്യതയുള്ള ഒരു ഫാമിലി മെമ്പറാണ്. അങ്ങനെ ഒരു ബിസിനസ്സായിരുന്നു അദ്ദേഹം മുന്നോട്ട് നയിച്ചത്. മമ്മിയും ആക്ച്വലി ബാങ്കിങ് സെക്ടറിൽ തന്നെയായിരുന്നു, പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരാൾ കൂടിയുണ്ട്. None other than Merin Rafael. We have, ladies and gentlemen, ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഒക്കെ പ്രിപ്പറേഷൻസിലും തിരക്കിലൊക്കെയാണ്. അത് ഫിലോസഫി ഒക്കെ ആവുമ്പോൾ ചെറിയ കാര്യമൊന്നുമല്ല, നമുക്ക് കുറച്ച് ഫിലോസഫി ഒക്കെ സംസാരിക്കണം കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട്. പ്ലീസ് വെൽക്കം, വരും. സോ ഐ തിങ്ക് ഈ ഫാമിലിയുടെ ഒരു കംപ്ലീറ്റ് പിക്ചർ ഈ വേദിയില എന്ന് പറയാം. എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ സന്തോഷം മാത്രമാണ് കാണാൻ പറ്റുക. എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ തിളക്കം കൂടിക്കൊണ്ടേയിരിക്കണം. കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും അത് അങ്ങനെയാണ്. ഒരു മാർഗദീപം, ഒരു തിരുനാളം അത് തെളിയിക്കുന്നതിലേക്കായി മണവാളനും മണവാട്ടിയും കുടുംബാംഗങ്ങളും ഒക്കെ എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. തിരി തെളിയിച്ചുകൊണ്ട് ചടങ്ങുകൾ ആരംഭിക്കാം. Congratulations! Let's pray that in every moment of their life we fill with pleasure and joy. പപ്പയും അമ്മയും ചേർന്ന് അടുത്ത തിരി തെളിയിക്കുകയാണ്. ശീതലിന്റെ പപ്പയും അമ്മയും ചേർന്നിട്ട് അടുത്ത തിരി തെളിയിക്കുന്നു. അപ്പം ഇനി എല്ലാവരും ചേർന്നിട്ട്, പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും കേക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്വീറ്റ്നെസ് ഷെയർ ചെയ്യാണ്. Here I'm going to invite the couple of the day, the center of attraction, the one and only Abel and Sheetal, to come forward to cut the cake and share the sweetness. Congratulations! A loud round of applause, everybody. ഏബൽ ശീതലിൻ്റെ ഫാമിലി മെമ്പേഴ്സിനും ശീതൽ അങ്ങനെ ഏബലിൻ്റെ ഫാമിലി മെമ്പേഴ്സിനും കൂടെ ഈ മധുരം നൽകുന്നു. പപ്പയ്ക്കും മമ്മിക്കും ഒരനിയനുണ്ട്, ചേട്ടനുണ്ട്. ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ ഒരു കുഞ്ഞുമാവയുണ്ട്. അതിനെല്ലാം ഉപരി ഇപ്പം ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതും ഫാമിലിയിലേക്ക് ഒരാൾ കൂടി വന്നല്ലോ എന്നുള്ള സന്തോഷം നമുക്ക് നിമിഷയുടെ മുഖത്തും കാണാൻ പറ്റുന്നുണ്ട്. നിമിഷയുണ്ട്, വാവയുണ്ട്. ഇവെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെ എന്തൊക്കെയാ നടക്കണേന്നുള്ളത്. എൻ്റെ ജീവിതത്തിലെ പ്രധാന 2 വ്യക്തികളെയാണ് ഞാനിപ്പോൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ അനുജൻ വർഗീസ്, അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞനുജൻ മാർട്ടിൻ. ഇവർ 2 പേരും എൻ്റെ ജീവിതത്തിലെ സ്പെഷ്യൽ 2 വ്യക്തികളാണ്. ഒരാൾ കൂടിയുണ്ട്, ജോണി. ആളിവിടെ എത്തിയിട്ടില്ല. അവനെ കൂടി ഞാൻ എൻ്റെ മനസ്സിലോർത്തുകൊണ്ട് ഞാൻ അവർക്കും കൂടി കേക്ക് കൊടുക്കുകയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി. താങ്ക് യു. സഹോദര ബന്ധം, പരസ്പരമുള്ള സഹകരണം, സ്നേഹം, ഇതൊക്കെ കാലം എത്ര മാറിയാലും നമ്മുടെ ഉള്ളിൽ ആ നന്മയും കരുതലും ഒക്കെ ഉണ്ടതിൻ്റെ ഒരു വലിയ തെളിവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാവർക്കും ഈ സന്തോഷത്തിൻ്റെ കൂടി ഭാഗമാവുകയാണ്.
ജീവിതത്തിൽ ഓരോ സന്തോഷത്തിലും പ്രിയപ്പെട്ടവർ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. യാ, അപ്പൊ എന്നാ പപ്പേ നമുക്ക് രണ്ടുപേരുടെ കയ്യിലേക്ക് വൈൻ എടുത്ത് നൽകുന്ന ഒരു ചടങ്ങുണ്ട്. അവരെ രണ്ടുപേരെയും പപ്പ ഇൻവൈറ്റ് ചെയ്ത സ്ഥിതിക്ക് അവരുടെ കയ്യിലേക്ക് ഞാൻ ആ ചടങ്ങ് അങ്ങ് ഏൽപ്പിക്കുകയാണ്, അല്ലേ? അതല്ലേ നല്ലത്. നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുവാണ്, അവർ വന്നിട്ട് ഒരു ചടങ്ങ് നമുക്ക് അവർക്ക് കൊടുക്കണ്ടേ. അപ്പം അതിനു വേണ്ടി ഇവരുടെ കൈകളിലേക്ക് ഈ വൈൻ എടുത്തിട്ട് കയ്യിലേൽപ്പിച്ചാൽ മതി. വരൂ. രണ്ടുപേരുടെയും കൈകളിലേക്ക് ഈ വൈൻ നൽകാം. And your small cheers. Congratulations. Perfect, okay. So, ഇനി രണ്ടുപേർക്കും ഇത് ഷെയറിങ്ങിന്റെ കൂടി ഭാഗമാണ്. ഇനി നമുക്ക് അവർ രണ്ടുപേരുടെ കയ്യിലേക്ക് മാല എടുത്ത് നൽകാനുള്ള ഒരു ചടങ്ങാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അതിലേക്കാണ് നീങ്ങുന്നത്. രണ്ടുപേരുടെയും കൈകളിലേക്ക് മാല എടുത്ത് നൽകാനായിട്ടേ ഞാൻ ഇവിടുന്ന് പപ്പയും മമ്മിയാണ് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. പപ്പ വരും. Congratulations. അങ്ങനെ പപ്പയും മമ്മയും എടുത്തു നൽകിയ മാല അവര് പരസ്പരം അണിയിച്ചിട്ടുണ്ട്. ഇനി അവർക്ക് ബൊക്കെ നൽകുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇതാ ഇവിടെ പപ്പയും മമ്മയും ഉണ്ട്, രണ്ടുപേരുടെ കയ്യിലേക്ക് ഇതങ്ങ് തരാം. പപ്പയും മമ്മയും ചേർന്ന് ബൊക്കെ നൽകാണ്. സോ കൺഗ്രാറ്റുലേഷൻസ്. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ചേർന്നിട്ട് നമുക്കൊരു ഫോട്ടോ സെഷനിലേക്ക് നീങ്ങേണ്ടതുണ്ട്. ഇവർ രണ്ടുപേരും കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ എന്താണ് എങ്ങനെയാണെന്നുള്ളത് എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്ന ഫാമിലി മെമ്പേഴ്സാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ ഇവർക്ക് ഇന്നത്തെ ഒരു ദിവസത്തിൽ എന്തെങ്കിലും സന്തോഷം നമ്മളോട് പങ്കുവെക്കാനുണ്ടോ, ഷെയർ ചെയ്യാനുണ്ടോ എന്നുള്ളതാണ്. എബിലിൻ്റെ കയ്യിൽ ഞാൻ മൈക്ക് തന്നോട്ടെ? എന്ത് ചോദ്യമല്ലേ അത്, ധൈര്യമായിട്ട് തായോ എന്നുള്ളതാണ്. ഇതാ. സോ ഗുഡ് ഈവനിങ് എവരി വൺ. ഇന്ന് എൻ്റെ ലൈഫിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഈ മൊമെൻ്റ് ഇങ്ങനത്തെ ഒരു കോവിഡ് കാലാവസ്ഥയിൽ നടക്കുമ്പോഴും നിങ്ങൾ ഇവിടെ കുറേ പേര് വന്നെത്തിയിട്ടുണ്ട്. എൻ്റെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സ്, ശീതളുടെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സ്, അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഫാമിലിയുടെ ഭാഗമായി എല്ലാവരും നിങ്ങൾ എത്തിയിട്ടുണ്ട്. എത്താൻ പറ്റാത്ത പലരും ഇപ്പോൾ ഉണ്ട്. അതിൽ കുറേ പേര് ഇപ്പോൾ ലൈവിൽ വന്നിട്ടുണ്ടാവും, അവിടെ കാണുന്നുണ്ടാവും. അപ്പം നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയാണ്. ഇങ്ങനെ ഒരു കാലാവസ്ഥയിലും ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്നതിൽ വളരെയധികം നന്ദി. ഇനിയുള്ള അങ്ങോട്ടുള്ള ഞങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ പ്രാർത്ഥനയും ബ്ലെസ്സിങ്സും എല്ലാം ഞങ്ങൾക്ക് വേണം. താങ്ക് യു. ഹലോ എവ്രി വൺ. എനിക്ക് മലയാളം നല്ല തപ്പലാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇംഗ്ലീഷും മലയാളം മിക്സ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പറയാനുള്ളത് I want to thank my parents and my brother for making me meet Abel and his family, who is going to be there with me for the rest of my life. And special thanks to everybody who has come here, and special thanks to everyone who couldn't make it, but their blessings are with me. So thank you so much. What we have is timeless, my love is endless, and with this ring I say to the world, you're my every reason, you're all that I believe in. With all my heart I mean every word. So as long as I live I love you, will have and hold you. You look so beautiful in white,
And if she falls in love, we'll let her go. I'll walk her down the aisle. She looks so beautiful in white. Yeah, yeah. So beautiful in white. So as long as I live, I love you. We'll have it, hold you. You look so beautiful in white. And from now to my very last breath, this day I'll cherish. You look so beautiful in white. It's a night. Na 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 na. So beautiful in white tonight. Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. അമ്മൂനി എൻ്റെ റിലേഷൻഷിപ്പ് വളരെ ക്ലോസ് ആണ്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. സോ ഐ നോ ഹർ റിയലി വെൽ. I guess more than anybody else. I know her best. And I feel like in her life, all things have come at the right time, at the right place. And it's all thanks to the grace of God. And that's why I think now I have a brother to share this blessing with. And it's really wonderful to know him. First time meet ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ he was so chill, so down to earth. And it was Sheetal's first proposal. കാണാൻ വന്നത് ഫസ്റ്റ് പ്രപ്പോസൽ തന്നെയായിരുന്നു ഏബിൾ ചേട്ടൻ. And immediately they said yes. So we were like, oh, ഇതെന്താ ഒരു സ്പാർക്കാണല്ലോ. സോ ഇത് സ്പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഏബിൾ ചേട്ടൻ്റെ മെസ്സേജ് ആയിട്ട് എൻഗ്രേവ് ചെയ്തിട്ടുള്ളത് ഷീതളുടെ റിങ്ങും അത് തന്നെയാണ്. And everything just went well. It just falls in place. I guess she is your lucky charm. She has a knack for it. And പിന്നെ ഞാൻ ഏബിൾ ചേട്ടനായിട്ട് സംസാരിച്ചപ്പോഴും എനിക്ക് നല്ലൊരു റാപ്പോ നമ്മുടെ ഫാമിലി ആയിട്ടും എല്ലാവരും യെസ് വളരെ എളുപ്പത്തിൽ വളരെ അനായാസം. It was so natural for us all to get together, and I guess that's just how it is. It is what it is. ഓക്കെ, അപ്പം അങ്ങനെയുള്ള വിഷസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അമ്പുവിനെ കുറിച്ച് ശീതളിനെ കുറിച്ച് കുറേ സംസാരിച്ചു. എനിക്ക് തോന്നുന്നത് ഏബിളിന് അങ്ങനെ ഒരു വിഷസ് പറയാൻ ഇവിടെ ജുവൽ ഉണ്ട്, ജോസ് ഉണ്ട്. ആരാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ആരായിരിക്കും? ജോസ് റെഡിയാണോ? അല്ലേ? സെറ്റാണ്. അപ്പം നേരെ ഇങ്ങോട്ട് വന്നേ. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന്, എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേരും ചേർന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ചോരില്ല എന്ന് പറയും. അതായത് എന്തുണ്ടെങ്കിലും ഞങ്ങൾ മൂന്ന് പേരാണ്. അപ്പോൾ ചെറുപ്പം തൊട്ട് എന്താ പറയുക ഞങ്ങൾ മൂന്ന് പേര് ഞങ്ങളെ തന്നെ ജാജ് എന്നൊക്കെ വിളിച്ച് ഒരു പ്രസ്ഥാനമായിട്ടൊക്കെ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ ഒരു 3-4 വർഷം മുമ്പ് ആ 3 പേരിലേക്ക് നിമിഷയിച്ച് വന്നു. അപ്പോൾ ജാജ് എന്നുള്ളത് JNA ചെയ്യുന്നതായി.
അവിടെ നിന്ന് തന്നെ പോയി. പക്ഷെ കുഴപ്പമില്ല. എന്താ പറയുക, ഇപ്പോൾ ആ 3 എന്നുള്ളത് അത് 4 എന്നുള്ളത് ഇപ്പോൾ 5 ആയി. അപ്പോൾ പ്രീവിയസ്ലി ജാജ്, ഇപ്പോൾ ജാജ് എന്നിലേക്ക് ശീതളിന് സ്വാഗതം. तेरी वफा ने मुझको संभाला, सारे हमों को दिल से निकाला. तेरे साथ मेरा है नसीब जुड़ा, तुझे पाके अधूरा न रहा. हो क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो चैन भी, मेरा दर्द भी, मेरी आशिकी, अब तुम ही हो. हम तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा, तुझसे जुदा कर हो जाएंगे तो तुझसे ही हो जाएंगे जुदा. तुम ही हो, तुम ही हो. Get ready to jingle-la-la. I also invite Soumya. Soumya, please join. ചീമന്തിച്ചീലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിമാരൻ താരം പെണ്ണിന്മയിൽ മിന്നാണേ. താരം നിന്നെ കണ്ടാൽ അമ്പും വില്ലും വെച്ചേനെ, നെഞ്ചോലം തോലുണ്ട്, ചുണ്ടരം ശീലുണ്ട്, രണ്ടാളും കൂടുമ്പോ കൊണ്ടാടണ്ടേ. കൊണ്ടാട്ട ശീലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരളിലെ പന്തൽ കെട്ടി തപ്പും മുട്ടി ചെണ്ടൈ കൊട്ടി കാത്തിരിക്കും നേരം വന്ന്. ജില്ലം ജില്ലാല, ജില്ലം 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 ജില്ലാല, ജില്ലം 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 ജില്ലാല, ജില്ലം 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 ജില്ലാല, തടവി 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 തട ജില്ലം ജില്ലാല. I also invite Nimisha, Jewel, Thomas, Narin, come on. എല്ലാവരും on the stage ഒന്ന് join ചെയ്യോ? ജില്ലം ജില്ലാല, ജില്ലം ജില്ലാല, ജില്ലം ജില്ലാല. കണ്ണിൻ മുള്ളും കൊണ്ടുള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ടേ കച്ച കെട്ടി നിന്നെ കെട്ടാൻ നിൽപ്പാണേ, പടിയൂരം വെള്ളി പല്ലക്കെത്തിയതിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ട്. ആശപ്പും കൊട്ടാരം വിണ്ണോളം കിട്ടിയില്ലേ, പറ്റും ചുറ്റിച്ചേൽ കെട്ടും നേരം വന്ന്. ജില്ലം ജില്ലാല, ജില്ലം 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 ജില്ലാല, ജില്ലം 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 ജില്ലാല, ജില്ലം 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 ജില്ലാല, ദിക്കല 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 ജില്ലം ജില്ലാല. സൂപ്പർ സൂപ്പർ. നമുക്ക് ഇപ്പോഴാണ് ഓളായത്. എവരിവൺ കം ഓൺ. നാളിറെ കാത്തിട്ടും നീ വന്നില്ല, മോഹിക്കും പോലെ വേഗം നേരം പോയില്ല. നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ജില്ലം ജില്ലാല. മറത്തെ മൈനെ നീ തേരെ കൊഞ്ചാറുള്ളൂ, നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാറുള്ളൂ. ആകാശം വീശും മുമ്പേ മേഘത്തുവല പടവിലാവേ. 1 2 3 ജില്ലം 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 ജില്ലാല, ജില്ലം 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 ജില്ലാല, ജില്ലം 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 ജില്ലാല.
one. पान में पुदीना देके नाक करने ले देके चिकन का मिले देके चिकन का मिले देके चांद कर होगा चीट किया तो सारा सारा मार गिली गिली अक्का मेरी बात तेरी बात सारे बात पूरी बात खाली मैं तेरे लगी वाली बात पूरी बात मेरे बच्चे किसी ने रिपीट किया तो साला मेरे मेरे तुम्हारा मुक्का इसमें भूत कोई चढ़ा है छोड़ना जानना हम तो क्या बुरा क्या भला है छोड़ना जानना सिर पकड़ के कड़ाए कंबल के छोड़ना जानना बदतमीज दिल बदतमीज दिल बदतमीज दिल मनना मनना बदतमीज दिल बदतमीज दिल बदतमीज दिल मनना मनना ये जहान है सवाल है जानना जानना बदतमीज दिल मनना हवा न देखो दिन का बुरा न देखो दिन का दुआर है के दिन का दुआ न देखो तेरी दुनिया की गोल गोल चक्कर लगा मैंने दुनिया का मारा सत्या एक बॉलीवुड मेरी मेरी जोड़ी भूल लाइक का बहाना तेरा नींद पर लिली भूल मेरे बच्चे किसी ने चीट किया तो साला मैंने तेरे मुंह पे मारा मुक्का आया शीक बन गई से खुद का छोड़ना जानना कंबल पे बचाए शर्म का छोड़ना जानना सिर पकड़ के गड़ाए कंबल के जोड़ना जानना ओके बदतमीज दिल बदतमीज दिल बदतमीज दिल बदतमीज दिल बदतमीज दिल बदतमीज दिल ये जवाल है ये जवाल है ये जवाल है ओ ये जवाल है Just do one miss आज सारी चांद तारे बन गई है डिस्को चलती बुझाती हमको बना है कह रही है थोड़ियोला लगी से छोड़ना जानना और बाल गल गई बिगड़ से छोड़ना जानना सिर पकड़ के गड़ाए कंबल के जोड़ना जानना बदतमीज दिल बदतमीज दिल बदतमीज दिल बदतमीज दिल बदतमीज दिल बदतमीज दिल ये जहाल है सवाल है कमाल है जानना जानना बदतमीज दिल बदतमीज दिल बदतमीज दिल Whenever you're around me, I feel different in your arms. With the way you touch me, I feel the love that lasts a lifetime. Your love so true.